ദേവരാഗം രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 38. ദുഷ്ടക്കൂട്ടങ്ങൾ ഇങ്ങനെയുണ്ട് അമ്മമാർ. ആ വന്ന കാലം കാരണം എൻ്റെ കൊച്ചു എന്തോരം അനുഭവിച്ചോ എന്തോ. നിന്നെക്കൊണ്ട് കൊള്ളാഞ്ഞിട്ട ലക്ഷ്മി. ഞാനെങ്ങാനും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ തൊള്ളയും ആ ചെക്കനും ചൂലും കെട്ടുകൊണ്ട് അടിച്ചിറക്കി ഇവിടെ നിന്ന് ഇട്ടേനെ. പത്മാവതിക്ക് പറഞ്ഞിട്ടും ദേഷ്യം തീരുന്നുണ്ടായിരുന്നില്ല. വന്നവരെ ചായ കൊടുത്ത് സൽക്കരിച്ചതിന് ലക്ഷ്മിക്ക് വയറ് നിറച്ച് വഴക്ക് നല്ലോണം കൊടുക്കുകയും ചെയ്തു. ഞാൻ എന്തു ചെയ്യാനായിരുന്നമ്മേ? ഞാൻ എന്തേലും അരുതാത്തത് പറഞ്ഞാൽ നമ്മുടെ വൈശുവിനെ അവർ കൂട്ടിക്കൊണ്ട് പോകുമോ എന്ന് ഞാൻ പേടിച്ചു പോയി. കണ്ടിട്ട് പോയിക്കോട്ടെ എന്ന് കരുതി ഞാൻ മനഃപൂർവ്വം മിണ്ടാ നിന്നതാ. ലക്ഷ്മി പിന്നെ കൊണ്ടുപോയി. അവരിത്തിരി കൊണ്ടുപോകും. അതും പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നേച്ചാൽ മതി. അല്ലെങ്കിൽ തന്നെ വൈശുവിനെ അവരെന്തിനു കൊണ്ടുപോകാനാ? സ്വന്തം മോളുടെ മുഖത്തേക്കൊന്ന് നോക്കാൻ പോലും സമയമില്ലാത്ത അതുങ്ങൾ ആ കൊച്ചിനെ കൊണ്ടുപോകാതിരിക്കുന്നതാണ് നല്ലത്. കൊണ്ടുപോയാൽ അതിനെ അതുങ്ങൾ കൊന്നു തിന്നും. അല്ലാതെ ഇത് പറയാനാ? അവർ വീണ്ടും ഒച്ച ഉയർത്തി. ഡൈനിങ് റൂമിലിരുന്ന് അമ്മായിയമ്മയും മരുമകളും തമ്മിൽ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവാത്തത് കൊണ്ടാവാം ദേവൻ ആ സംസാരങ്ങൾ കാതോർത്ത് സെറ്റിയിലിരുന്നു കൊണ്ട് പുറത്തേക്ക് നോക്കിയിരുന്നത്. അവന് മൊത്തത്തിൽ കാര്യങ്ങളൊന്നും മനസ്സിലായില്ലെങ്കിലും വൈശാഖിയുടെ വീട്ടുകാർ കാരണം ആ പാവം ഒരുപാട് അനുഭവിക്കുന്നുണ്ടെന്ന് മഹാദേവൻ ഉറപ്പിച്ചു. അവർ പോയല്ലോ അമ്മേ, ഇനിയിപ്പോൾ എന്താ? അവൾ ഇവിടെ തന്നെയല്ലേ ഉള്ളത്. ലക്ഷ്മി അമ്മയെ സമാധാനിപ്പിക്കുവാൻ വേണ്ടി അവരുടെ കയ്യിൽ കയറി പിടിച്ചു. ആ കുഞ്ഞിന് അവനെ കണ്ടിട്ടായിരിക്കുമോടി ബോധം പോയത്. പാവം പേടിച്ചു പോയിട്ട് കാണും. പത്മാവതി തലയിൽ കൈവച്ച് പ്രാഗി. അവനെ എന്തിനാ നമ്മൾ കുറ്റം പറയുന്നേ? വൈശാഖിയുടെ അച്ഛനെയും അമ്മയും പറഞ്ഞാൽ പോരെ? ജനിപ്പിച്ചിട്ട് സ്വന്തം കുഞ്ഞിനെ ആയയുടെ കയ്യിലേക്ക് കൊടുത്തു. ജയിലിൽ കടന്ന് വളർന്ന പോലല്ലായിരുന്നോ ആ കുഞ്ഞിൻ്റെ വളർച്ച? മോള് കഴിക്കുന്നുണ്ടോ കുടിക്കുന്നുണ്ടോ ഒന്നും അവർക്കറിയണ്ടായിരുന്നല്ലോ. അതിനെ ആ ഫ്ലാറ്റിലിട്ട് ആരേലും എന്തെങ്കിലും ചെയ്താൽ പോലും അവരറിയത്തില്ല. പൊതുവേ ദേഷ്യം വരാത്ത ലക്ഷ്മി പോലും പല്ല് ഞെരിച്ചു. അതുകൊണ്ടല്ലേ ആ ദീപക്ക് അവൾ കയറി പിടിക്കാൻ നോക്കിയേ? ഒന്നല്ല പലവട്ടം. അതെങ്ങനെയാ? അവനവർ സർവ്വസാധനം കൊടുത്തേക്കുമല്ലേ. വൈശു കൊച്ചിനില്ലാത്ത സ്വാതന്ത്ര്യമാ അവരവിടെ അവന് കൊടുത്തേക്കുന്നത്. ഭാഗ്യത്തിന് ആ കുഞ്ഞ് ഓരോ വട്ടവും ആ കാലൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത്. സഹിക്കാൻ വയ്യാതായപ്പോഴല്ലേ വൈശു കൊച്ച് ആ നാടും വീടും ഒക്കെ ഉപേക്ഷിച്ച് ഇങ്ങോട്ടേക്ക് പോകുന്നത്. എനിക്ക് തോന്നുന്നത് ആ ദീപക്കിപ്പോൾ ഇവിടെ അമ്മയെ മനഃപൂർവ്വം ഓരോന്ന് പറഞ്ഞ് ഇങ്ങോട്ടേക്ക് നിർബന്ധിച്ച് കൊണ്ടുവന്നാന്നാ. നമ്മുടെ വീടും ഒക്കെ ഒന്ന് കണ്ടുവെക്കാൻ. സൂക്ഷിക്കണം ലക്ഷ്മി, അവൻ ആ പെണ്ണിനെ വല്ലതും ചെയ്താലോ? പത്മാവതിയിൽ ആ നേരം വൈശാഖിയെ ഓർത്തുള്ള പരവേശമായിരുന്നു. ഒന്നും സംഭവിക്കില്ലമ്മേ, പാലേട്ടനും ദേവനൊക്കെ ഇവിടെ ഇല്ലേ എപ്പോഴും? അമ്മ പറഞ്ഞത് കേട്ടപ്പോൾ ഉള്ളിൽ ഭയം തോന്നിയെങ്കിലും ലക്ഷ്മി സ്വയം ആശ്വസിക്കാൻ എന്ന വണ്ണം പറഞ്ഞുകൊണ്ടിരുന്നു. അവരുടെ സംസാരം തുടർന്നു. അതേസമയം ഇനിയൊന്നും അറിയാനില്ലെന്ന വണ്ണം മഹാദേവൻ ഹാളിലെ സെറ്റിയിൽ നിന്നും എഴുന്നേറ്റു. എന്നിട്ട് മുറിയിൽ കിടന്ന് സമാധാനത്തോടെ ഉറങ്ങുന്ന വൈശാഖിയെ ഒന്ന് നോക്കിയിട്ട് സ്വന്തം മുറിയിലേക്ക് കയറി. മഹാദേവൻ്റെ മനസ്സും അപ്പോൾ നന്ദിതയുടെയും ദീപക്കിൻ്റെയും വന്നപ്പോൾ തൊട്ടുള്ള പെരുമാറ്റത്തെക്കുറിച്ച് അളക്കുകയായിരുന്നു. അവൻ നേരെ കട്ടിലേക്ക് കയറി മലർന്നു കിടന്നു. ദേവൻ്റെ ചിന്തകൾ കുറച്ചു മുമ്പേ നടന്ന സംഭവങ്ങളിലേക്ക് പോയി. ബോധം കെട്ടവളെ കാറിൽ നിന്നും കയ്യിൽ കോരിയെടുത്തുകൊണ്ട് വീടിൻ്റെ അകത്തേക്ക് കയറി വന്നപ്പോൾ ശരിക്കും പറഞ്ഞ ആദ്യ കയറിയത് കൊണ്ട് ഹാളിലിരിക്കുന്നവരെ താൻ കണ്ടതേയില്ല. ഹാളിലെ സോഫായിൽ കൊണ്ടുപോയി അവളെ കിടത്തിയിട്ട് അമ്മയെ വിളിക്കുമ്പോഴും മനസ്സാ പെണ്ണിൻ്റെ അവസ്ഥയെപ്പറ്റിയുള്ള വെപ്രാളത്തിലായിരുന്നു. മുഖത്ത് വെള്ളം തളിച്ച് അവളെ എഴുന്നേൽപ്പിക്കുമ്പോഴും പെണ്ണിനെ സോഫായിൽ എടുത്തിരുത്തുമ്പോഴും ഒന്നും അവളുടെ അമ്മയും ദീപക്കും വൈശാഖിയുടെ അടുത്തേക്ക് ഒരു വട്ടം പോലും വരുന്നത് താൻ കണ്ടില്ല. അവരെ കണ്ടപ്പോൾ ഭയത്തോടെയാണ് വൈശാഖി മുഖം തിരിച്ചതും. ഒന്ന് കിടക്കണമെന്ന് പറഞ്ഞ് പെണ്ണ് അപ്പോൾ തന്നെ മുറിയിലേക്ക് പോവുകയും ചെയ്തു. സ്വന്തം അമ്മയോട് അവളും സംസാരിച്ചില്ല. അവർക്കാണെങ്കിൽ മകളോട് കാര്യങ്ങൾ സംസാരിക്കാൻ താല്പര്യവും ഇല്ല. കൂടെ വന്നവനൊരു കള്ള ലക്ഷണം ഉണ്ടെന്നുള്ള കാര്യം ആദ്യ കാഴ്ചയിൽ തന്നെ താൻ ശ്രദ്ധിച്ചതാണ്. അപ്പോൾ മുത്തശ്ശിയുടെ അമ്മയുടെ സംസാരം കേട്ടപ്പോൾ കാര്യങ്ങളുടെ ഏകദേശ രൂപം മനസ്സിലായിട്ടുണ്ട്. എന്നാലും ഇങ്ങനെയുള്ള മാതാപിതാക്കൾ ഇക്കാലത്തുണ്ടാവോ? സ്വന്തം മോളുടെ സുരക്ഷ ഉറപ്പാക്കാൻ പോലും പറ്റാത്തത്ര തിരക്കുള്ളവർ, അവൾക്കൊരു വയ്യാഴിക വന്നാൽ പോലും നോക്കാൻ താല്പര്യം പ്രകടിപ്പിക്കാത്തവർ, ആ കുട്ടിയെ ഒന്ന് കേൾക്കാൻ തയ്യാറാകാത്തവർ. മഹാദേവൻ അമ്പരപ്പും ആശ്ചര്യവും ഒരുപോലെ തോന്നി. കുറച്ച് കാശ് കൊടുത്താൽ എല്ലാം കഴിഞ്ഞു എന്നായിരിക്കും ഇവരുടെയൊക്കെ ചിന്ത. ദേവൻ അതും ഓർത്തുകൊണ്ട് ബെഡിൽ കമഴ്ന്നു കിടന്നു.
കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവൻ ഉറങ്ങിപ്പോവുകയും ചെയ്തു. ഇതിനൊരു പരിഹാരം എങ്ങനെയാ ബാലേട്ടാ? ആ കുട്ടിയുടെ കാര്യം ഓർക്കുമ്പോൾ എനിക്കൊന്ന് പേടിയാവുക. നമ്മളിപ്പോൾ എന്താ ചെയ്യുക? ഉറങ്ങുവാനായി കട്ടിലിൽ കിടക്കുമ്പോൾ അടുത്തായിട്ടിരിക്കുന്ന ഭാസ്കരനോട് അന്ന് വൈകിട്ട് നടന്ന കാര്യങ്ങൾ ഓരോന്നും സങ്കടത്തോടെ പറയുകയായിരുന്നു ലക്ഷ്മി. ഭാസ്കരൻ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് വന്നപ്പോൾ രാത്രി ഏറെ വൈകി. വീട്ടിലുള്ളവരെല്ലാവരും അത്താഴം കഴിഞ്ഞ് കിടക്കുകയും ചെയ്തിരുന്നു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഭാസ്കരൻ മറുപടിയൊന്നും കൊടുക്കാതെ ഭാര്യയെ ഉറ്റുനോക്കി. കാരണം ഇതൊക്കെ കേട്ടതിൻ്റെ ഒരു ഞെട്ടലിലായിരുന്നു അയാൾ. ഇന്നല്ലെങ്കിൽ നാളെ വൈശുകൊച്ചി ഇവിടുന്ന് പോവേണ്ട ആ ബാലേട്ടാ. അവിടെ വീട്ടിൽ മനസ്സുറപ്പിച്ചെങ്ങനാ നമ്മൾ അവളെ പറഞ്ഞു വിടുന്നത്? പിടിച്ചു വെക്കാൻ ഒരു അവകാശവും നമുക്കില്ലല്ലോ. ആവലാദികളുടെ കെട്ടുകൾ അഴിച്ചുകൊണ്ടാണ് ലക്ഷ്മി മെല്ലെ കട്ടിലേക്ക് കിടന്നതും. അതിനും അയാൾ ഒരു ഉത്തരം നൽകിയില്ല. പകരം ലക്ഷ്മിയുടെ അരികിലായി മലർന്നു കിടന്നുകൊണ്ട് കൈകൾ രണ്ടും പിണച്ചു കെട്ടി തലയുടെ അടിയിലേക്ക് അയാൾ കയറ്റി വെച്ചു. നാള് കുറച്ചേ ആയുള്ളൂ അവളുടെ ഈ വീട്ടിലേക്ക് വന്നിട്ട്. പക്ഷേ എന്താണെന്നറിയില്ല വാലേട്ടാ, വല്ലാത്തൊരു ഇഷ്ടമായി എനിക്ക് വൈശുവിനോട്. അവൾ ഇവിടുന്ന് ഒരിക്കലും പോകാതിരുന്നെങ്കിലെന്ന് ഞാൻ എന്നും ചിന്തിക്കും ബാലേട്ടാ. ലക്ഷ്മി നിറഞ്ഞ കണ്ണുകൾ സാരിത്തുമ്പ് കൊണ്ട് മെല്ലെ ഒപ്പിത്തുടച്ചു. ഒരു വഴിയുണ്ട്. പെട്ടെന്ന് ബാലു അവരുടെ നേർക്ക് ചെരിഞ്ഞു കിടന്നു. എന്ത് വഴി? ലക്ഷ്മിയുടെ നെറ്റി ചുളിഞ്ഞു. നിന്റെ ദേവം മോനെ കൊണ്ട് അവളെ അങ്ങ് എത്രയും വേഗം പിടിച്ചു കെട്ടിക്കും. അതാകുമ്പോൾ നിന്റെ ആഗ്രഹവും തീരും. അവൾ സന്തോഷത്തോടെ ഇവിടെ ഒന്നും ഉണ്ടാവുകയും ചെയ്യും. ഭാസ്കരൻ ലക്ഷ്മിയെ നോക്കി കണ്ണുകൾ രണ്ടും ചിമ്മിക്കാട്ടി. എന്താടി, നീ എന്തിനാ കണ്ണും മയം പിടിച്ചിരിക്കുന്നേ? ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലെന്നോ? അതോ നിന്റെ മോനെ വൈശുവിനെ കൊണ്ട് കെട്ടിക്കുന്നത് നിനക്ക് ഇഷ്ടമില്ലെന്നോ? എന്നതാ ഇതിൻ്റെ അർത്ഥം? ലക്ഷ്മിയുടെ പാതി തുറന്നിരിക്കുന്ന വായ ഭാസ്കരൻ വലത്തെ കൈയുടെ ചൂണ്ടുവിരലും തള്ളവിരലും കൊണ്ട് അടച്ചു കളഞ്ഞു. അവരപ്പോഴാണ് മിഴിച്ചു വെച്ചിരിക്കുന്ന കണ്ണുകളൊന്ന് ചിമ്മി തുറന്നതുപോലെ. ബാലേട്ടൻ എന്തൊക്കെയായി പറയുന്നേ? ഇതൊക്കെ ഉള്ളതാണോ? ലക്ഷ്മിയിലെ അമ്പരപ്പ് അപ്പോഴും വിട്ടുമാറിയുന്നില്ല. നിനെന്തിനാടി എൻ്റെ മോൻ്റെ കല്യാണക്കാരൻ തമാശ പറയുന്നത്? അതും അവൻ്റെ അമ്മയായി നിന്നോട്? ഞാനുള്ള കാര്യമാണ് പറഞ്ഞേ. ഭാസ്കരൻ ഒതുക്കത്തിൽ കൈ കഴുകി. വൈശുവിന് ദേവേട്ടനുള്ള ഇഷ്ടം അറിഞ്ഞപ്പോൾ തൊട്ട് ലക്ഷ്മിയോട് പറയുവാനായി ഇരിക്കുകയായിരുന്നു. പക്ഷെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം എന്തുകൊണ്ടോ പറയാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞതും. ഭാസ്കരൻ ലക്ഷ്മിയുടെ ദേഹത്തേക്ക് കൈയെടുത്ത് കയറ്റി വെച്ചു. എന്നിട്ട് അവരുടെ മുഖത്ത് വിരിയുന്ന ഓരോ ഭാവങ്ങളെയും വളരെ സൂക്ഷ്മമായി ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ആ കണ്ണുകൾ വിടരുന്നുണ്ട്. ചുണ്ടുകളിൽ മനോഹരമായ ചിരി. സന്തോഷം അടക്കാൻ പറ്റാത്ത രീതിയിൽ ആ മുഖം ആകപ്പാടെ തിളങ്ങുന്നുണ്ട്. ഭാസ്കരൻ്റെ മുഖത്തേക്കും മെല്ലെ ആ തിളക്കം പടർന്നു കയറി. എൻ്റെ ബാലേട്ടനല്ലേലും സൂപ്പറാ. അയ്യോ എൻ്റെ ബാലേട്ടാ, നിങ്ങൾ ആള് പൊളിയാ. ഇത്രയും നല്ലൊരു ആലോചന എൻ്റെ മണ്ടയിൽ പോലും വന്നില്ലല്ലോ. എന്തായാലും ഇത് പൊളിക്കും. വൈശുമോൾ ഈ വീട്ടിലെ മരുമകളായിട്ട് വന്ന അവൾ പിന്നീട് എന്നും ഈ വീട്ടിൽ നമ്മളോടൊപ്പം കാണും. അവൾക്ക് എന്നും സന്തോഷത്തോടെ കഴിയാം. ലക്ഷ്മി ഉത്സാഹത്തോടെ കൈയും കണ്ണും കാട്ടി പറഞ്ഞു. സന്തോഷം കൂടിപ്പോയി ഇങ്ങനെയും ഭ്രാന്ത് പിടിക്കുമോ? ഭാസ്കരന് അവരുടെ കാട്ടിക്കൂട്ടലുകൾ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചിരി വന്നുപോയി. പക്ഷേ ഒരു കാര്യമുണ്ട് ബാലേട്ടാ. അത്രയും നേരം ചിരിച്ചു സന്തോഷിച്ചിരുന്ന ലക്ഷ്മിയുടെ മുഖം പൊടുന്നനെ മങ്ങി. എന്താ? ഭാസ്കരൻ്റെ മുഖവും ചുളിഞ്ഞു. നമ്മളിങ്ങനൊക്കെ ചിന്തിക്കുന്നു. പക്ഷേ വൈശുവിന് ഇതൊക്കെ സമ്മതമാവോ? അത്രയും വലിയ വീട്ടിൽ താമസിച്ച കൊച്ച് നമ്മുടെ ഈ കുഞ്ഞു വീട്ടിൽ. അതുമല്ല, നമ്മുടെ ദേവനോട് അങ്ങനൊരു ഇഷ്ടവും അവൾക്കൊന്നും ഉണ്ടാവില്ല. ലക്ഷ്മിയുടെ ചുണ്ടുകൾ പൊടുന്നനെ സങ്കടത്തോടെ കൂടി. നീ ഇപ്പോൾ തൽക്കാലം ഇക്കാര്യത്തിൽ വൈശുവിൻ്റെ സമ്മതത്തെക്കുറിച്ച് ആലോചിക്കേണ്ട. നീ നിന്റെ പിശുക്കൻ മോനെക്കുറിച്ച് ചിന്തിക്കാൻ നോക്ക്. ഭാസ്കരൻ ഒരു ഊറിച്ചിരിയോടെ മലർന്നു കിടന്നു. അതെന്താ ബാലേട്ടൻ അങ്ങനെ പറഞ്ഞേ? ലക്ഷ്മി കൈമുട്ട് കുത്തി ശരീരത്തിൻ്റെ ഭാഗം ബെഡിൽ താങ്ങിക്കൊണ്ട് അയാളുടെ ദേഹത്തിന് മുകളിലേക്ക് ചാഞ്ഞു. എന്നിട്ട് അയാളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. ലക്ഷ്മിയുടെ കണ്ണുകളിൽ സംശയമായിരുന്നു. ബാലു ഇത്തിരി മുൻപ് പറഞ്ഞ കാര്യം മനസ്സിലാവാത്തതിൻ്റെ സംശയം. കേട്ടാ നീ ഞെട്ടുവോ? ഭാസ്കരൻ ഒരു ചിരിയോടെ ലക്ഷ്മി ഒളിക്കണ്ണിട്ട് നോക്കി. ഇല്ല, ഞെട്ടില്ല. ബാലേട്ടൻ കാര്യം പറയാൻ നോക്ക്. അവരാകാംക്ഷയോടെ ഭാസ്കരനെ ഉറ്റുനോക്കി. സത്യമായിട്ട് ഞെട്ടില്ലല്ലോ? അയാൾ വീണ്ടും എടുത്തു ചോദിച്ചു. ഇല്ലെന്നേ, ബാലേട്ടൻ കാര്യം പറ. അവർ ഭാസ്കരൻ്റെ തോളിൽ പിടിച്ച് മെല്ലെയൊന്ന് ഉലച്ചു. ബാലു ഭാര്യയെ നോക്കി ചിരിച്ചു.
എന്നിട്ട് തോളിൽ വെച്ചിരിക്കുന്ന ലക്ഷ്മിയുടെ കൈവെള്ള എടുത്ത് പിടിച്ചുകൊണ്ട് അവിടെ ഒരു ഉമ്മ കൊടുത്തു. എടി പൊട്ടിക്കാളി, നമ്മുടെ വൈശുക്കൊച്ചിന് ദേവനോട് പണ്ടേ ഇഷ്ടമാണ്. വെറും ഇഷ്ടമല്ല, നല്ല അസല് പ്രണയം. ഭാസ്കരൻ ഉള്ളിലുള്ള രഹസ്യം ഒരു ചിരിയോടെ ലക്ഷ്മിയോട് തുറന്നു പറഞ്ഞു. ഇതൊക്കെ എപ്പോ? ഒന്ന് പോയേ ബാലേട്ടാ, വെറുതെ എന്നെ കളിപ്പിക്കാതെ. ഭാസ്കരൻ്റെ കൈക്കുള്ളിൽ നിന്നും അവർ തൻ്റെ കൈ വലിച്ചെടുത്തു. എൻ്റെ പൊന്നു ലച്ചുവേ, ഞാൻ എന്തിനാടി നിന്നെ കളിപ്പിക്കുന്നത്? നിന്റെ കെട്ടിയോൻ പറഞ്ഞു സത്യമാടി, വൈശുവിന് ദേവനോട് ഇഷ്ടമുണ്ട്. അവൾ എന്നോട് തുറന്നു പറഞ്ഞ കാര്യമാണിത്. അയാൾ വീണ്ടും ഭാര്യയുടെ വലം കൈ തൻ്റെ കൈക്കുള്ളിലാക്കി. സത്യമാണോ? ലക്ഷ്മി വിശ്വാസം വരാതെ വീണ്ടും തിരക്കി. ആടി ലച്ചുവേ, അവൾക്കിഷ്ടാ. ബാലു നിറഞ്ഞു ചിരിച്ചു. ഇതൊക്കെ എപ്പോ? ലക്ഷ്മിയുടെ കണ്ണുകളിൽ വീണ്ടും അത്ഭുതം. കുറച്ച് നാളെ ആയിട്ടുള്ളൂ. ഇന്നലെ രാത്രിയാണ് ഞാൻ അറിഞ്ഞപ്പോൾ തന്നെ നിന്നോട് പറയണമെന്ന് ഞാൻ വിചാരിച്ച, പക്ഷെ പറയാനൊത്തില്ല. ഭാസ്കരൻ അവളുടെ കവളിൽ വിരൽ കൊണ്ടൊരു കുത്തുകുത്തി. എന്നാലും ഇതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ബാലേട്ടാ. അവർ മെല്ലെ ഭാസ്കരൻ്റെ നെഞ്ചിന് മുകളിലേക്ക് തല ചായ്ച്ചു വെച്ചുകൊണ്ട് കടന്നു. വിശ്വസിച്ചേ പറ്റൂ എൻ്റെ ലച്ചുവേ, വൈശു ഒരിക്കലും കള്ളം പറയില്ല. ബാലു അവരെ വലം കൈ കൊണ്ട് ചേർത്ത് പിടിച്ച് ലക്ഷ്മിയുടെ മുടിയിടകളിൽ കൂടി തഴുകി. അതെനിക്കും അറിയാം, എൻ്റെ വൈശു കൊച്ചല്ലേലും കള്ളം പറയില്ല. പാവ എൻ്റെ കൊച്ച്. എനിക്കൊത്തിരി സന്തോഷമായി ബാലേട്ടാ. ലക്ഷ്മി മനസ്സ് നിറച്ചു. ഒത്തിരി അങ്ങ് സന്തോഷിക്കാൻ വരട്ടെ. അപ്പുറന്ന് നിൽക്കുന്ന നമ്മുടെ ദേവനാ. ആ പിശുക്കനെ വളച്ചെടുക്കാൻ ഇത്തിരിയെന്നല്ല, നല്ലോണം പാടുപെടേണ്ടി വരും. ഈശ്വരൻ സഹായിച്ചിട്ട് ആ ഗുണമൊന്നും നമ്മുടെ വൈശുക്കൊച്ചിന് കിട്ടിയിട്ടില്ല. ഭാസ്കരനൊരു ചിരിയോടെയാണ് അത് പറഞ്ഞതെങ്കിലും അതിൽ ഇത്തിരിയല്ല, ഒത്തിരി കാര്യമുണ്ടെന്ന് ലക്ഷ്മിക്കും തോന്നി. പൊടുന്നനെ അവർ തലപൊക്കി ഭർത്താവിനെ വീണ്ടും നോക്കി. എങ്ങനെയാ ബാലേട്ടാ ഇനി? അവരാശങ്കയോടെ തിരക്കി. എന്തേലും നോക്കണം ഡി. അവൻ്റെ അടുത്ത് 18ാമത്തെ അടവെടുത്താൽ ഒന്നും പോരാ, 19ാമത്തെ അടവ് പുതിയതായിട്ട് ഇറക്കേണ്ടി വരും. അയാൾ താടിയിൽ കൂടി വിരലുകൾ ഓടിച്ചു. വെറുതെ ടെൻഷൻ വേണ്ട, ഇതിനൊക്കെ നമ്മുടെ അമ്മ സൂപ്പറാ. ബാലേട്ടൻ നോയിക്കോ, മംഗലത്തെ പത്മാവതി അമ്മയുടെ തലയിൽ ഇതിനൊക്കെയുള്ള മരുന്നുകൂട്ട് നിറയെ ഉണ്ടാവും. ലക്ഷ്മി ഊറിച്ചിരിച്ചു. അത് ശരിയാണല്ലോടി, വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്തിന്, നാട്ടിൽ തേടി നടപ്പൂ. അത് കേട്ടതും ഭാസ്കരൻ സന്തോഷം അടക്കാൻ വയ്യാതെ ലക്ഷ്മിയെ കൊണ്ട് കട്ടിലിൽ കൂടി ഒന്നുരുണ്ടും മറിഞ്ഞു. ബാലേട്ടാ അടങ്ങിയിരി. അവരുടെ ഉച്ചത്തിലുള്ള ചിരി ആ 4 ചുവരുകൾക്കുള്ളിൽ കുടുങ്ങിക്കിടന്നു. വൈശുവേ, ഇന്ന് കോളേജിൽ പോകണുണ്ടോടി? രാവിലെ കുളി കഴിഞ്ഞ് പ്രാതൽ കഴിക്കുവാനായി വന്നിരിക്കുന്നവളെ നോക്കി ബാലു തികച്ചും അലസമായി തിരക്കി. തലേ ദിവസം നടന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു ചോദ്യമോ ഉത്തരമോ ഒന്നും അയാളുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. വരുന്നുണ്ട് ബാലു. പതിവ് പോലെ ശാന്തമായിരുന്നു അന്നും പെണ്ണിൻ്റെ മുഖം. ഇന്നലെ നടന്നതൊക്കെയും മറന്നു പോയതുപോലെ. എന്നാൽ എൻ്റെ പൊന്നുമോള് വേഗം കഴിച്ചോ, ഇപ്പം തന്നെ സമയം വൈകി. ആദ്യത്തെ പീരീഡ് എൻ്റെ മോൻ്റെയാ, അത് ഓർമ്മ വേണം. പാത്രത്തിലിരിക്കുന്ന പുട്ടിൻ്റെ മുകളിലേക്ക് ഇത്തിരി കടലക്കറിയുടെ ചാറെടുത്ത് ഒഴിച്ചുകൊണ്ട് അയാൾ ചിരിച്ചു. വൈശാഖിയും ഒരു ചിരിയോടെ പാത്രത്തിലിരിക്കുന്ന ഭക്ഷണം കഴിക്കുവാനായി തുടങ്ങി. അമ്മേ. അപ്പോഴാണ് മഹാദേവനും കഴിക്കുവാനായി അങ്ങോട്ടേക്ക് ചെന്നത്. കോളേജിലേക്ക് പോകുവാൻ എന്നവണ്ണം ഒരുങ്ങിയിട്ടുണ്ട് ആള്. ദാ വരുന്നു. ഒരു പാത്രത്തിൽ പുട്ടു എടുത്തുകൊണ്ട് ലക്ഷ്മി അപ്പോഴേക്കും ധൃതിയിൽ അങ്ങോട്ടേക്ക് ഓടി വന്നു. പ്ലേറ്റ് കൊണ്ടുവന്നും ഇരിക്കുന്ന മഹാദേവൻ്റെ മുന്നിലേക്ക് വെച്ചു കൊടുത്തു. കറി വിളമ്പുവാനായി തുരിഞ്ഞ അമ്മയെ അവൻ തടഞ്ഞു. തനിക്കെതിരായിട്ടിരിക്കുന്ന വൈശുവിനെ ഒന്ന് പാളി നോക്കിയിട്ടാണ് അവൻ സ്റ്റീൽ ചെരുവത്തിലിരിക്കുന്ന കടലക്കറി പുട്ടിന് മുകളിലേക്ക് കോരി ഒഴിച്ചത്. ഇന്നലത്തെ ബാക്കി എന്തെങ്കിലും അവളുടെ മുഖത്തുണ്ടോ എന്നറിയുവാൻ വേണ്ടി. പക്ഷെ അങ്ങനെയൊന്നും കാണുന്നില്ലെന്ന് മനസ്സിലായതും ദേവൻ സമാധാനത്തോടെ മെല്ലെ കഴിക്കാൻ തുടങ്ങി. ഇങ്ങനെ തേങ്ങ അരയ്ക്കാൻ തുടങ്ങിയാ അവിടെ ചെന്ന് നിൽക്കുകയോ ആവോ. പുട്ട് കടലക്കറിയിൽ കുഴയ്ക്കുന്നതിനിടയിൽ ദേവൻ പിറുപിറുത്തത് അടുക്കളയിലേക്ക് തിരിച്ചു പോകുന്ന ലക്ഷ്മിയും കേട്ടിരുന്നു. അത് കേട്ടതും പൊടുന്നനെ ബാലു തൊട്ടടുത്തിരിക്കുന്ന വൈശാഖിയുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. ഇവനെ തന്നെ നിനക്ക് വേണോടി, ഒന്നുകൂടെ ആലോചിക്കരുതോ എന്ന രീതിയിൽ. പക്ഷേ വൈശാഖിയുടെ കണ്ണുരുട്ടലിൽ ബാലു പെട്ടെന്ന് മര്യാദരാമനായി. അപ്പോൾ കാത്തിരിക്കൂ, അടുത്ത പാട്ടുമായി നാളെ വരുന്നിടം വരെ. പതിവ് പോലെ തന്നെ നിങ്ങളുടെ കൊച്ചു കൊച്ചു അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്നെ എഴുതി അറിയിക്കുവാണെങ്കിൽ എനിക്ക് വളരെ സന്തോഷമായേനെ.
അപ്പോൾ നാളെ കാണാവേ.